ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് 3 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 5 ഡീസൽ വണ്ടികളാണ്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഇൻഡിക്ക വിസ്റ്റയാണ്. 2012 മോഡലാണ്. ഇത് 1,10,000 കിലോമീറ്ററും ഇത് 1,20,000 കിലോമീറ്ററുമാണ് ഓടിയിരിക്കുന്നത്. വിസ്റ്റയെ പറ്റി ഞാൻ കൂടുതൽ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫിയറ്റിൻ്റെ 1248 cc വരുന്ന ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ് ഈ വിസ്റ്റയിലും വരുന്നത്. അതായത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസലിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഇതേ സെയിം ഒരു സ്വിഫ്റ്റ് ഡീസൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതേ സെയിം എഞ്ചിൻ അതേ സെയിം മൈലേജിൽ ടാറ്റയുടെ ബ്രാൻഡിൽ വിസ്റ്റ നിങ്ങൾ എടുക്കുമ്പോൾ വെറും ഓഫറിൽ 1,69,000 എന്നുള്ള സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതേസമയം നിങ്ങളൊരു ഫിനാൻസ് ചെയ്താണ് വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1,10,000 വരെ ഇതിന് ലോൺ ഫെസിലിറ്റി വരുന്നുണ്ട്. ബാക്കി 59,000 രൂപ നിങ്ങൾ ബാക്കി അടച്ചാൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വോക്സ്വാഗൺ വെൻഡോയും i20 ആണ്. വെൻഡോയുടെ മോഡൽ വരുന്നത് 2012 ആണ്. ഇതിന്റെ കിലോമീറ്റർ 1,20,000 ആണ്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് 3 ലക്ഷം വരെ IDV വാല്യൂ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിലൂടെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് 2,99,000 രൂപയാണ്. ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഹുണ്ടായി ബ്രാൻഡിൽ വരുന്നത് i20 ആണ്. 2012 മോഡലാണ്. ഇത് 93,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് 2,69,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ലോൺ ഫെസിലിറ്റിയും ഉണ്ട്. അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ബ്രാൻഡിലെ എർത്ത് ഡ്രീംസ് എഞ്ചിനോട് കൂടിയ 1.5 ലിറ്റർ ഹോണ്ട അമേസ് ആണ്. 2014 മോഡലാണ് ഇത് വരുന്നത്. 1,20,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. അപ്പോൾ 1,20,000 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ കസ്റ്റമേഴ്സിനുള്ള ഒരു സംശയം കാണുമായിരിക്കും, ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞതാണോ എന്ന്. അപ്പോൾ ഞാൻ അതിന്റെ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു തരാം. ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുകൾക്ക് 1 ലക്ഷം കിലോമീറ്ററിൽ ഒരു ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റ് പറയുന്നില്ല. കാരണം വെൻ ആൻ അബ്നോർമൽ സൗണ്ട്, അതായത് ടൈമിംഗ് ചെയിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴാണോ ഒരു അബ്നോർമൽ സൗണ്ട് ഉണ്ടാകുന്നത് ആ സമയത്താണ് ഹോണ്ട ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റ് പറയുന്നത്. അത്രയ്ക്ക് ഡ്യൂറബിലിറ്റിയാണ് ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുകൾക്ക് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 3.5 ലക്ഷം റേഞ്ച് വരുന്ന ഈ വണ്ടി ഇപ്പോഴത്തെ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2,69,000 രൂപയ്ക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ 5 വണ്ടികളിലും ഹോണ്ട അമേസിന് മാത്രമാണ് ഒരു റീപ്ലേസ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഫുൾ ലോൺ ഫെസിലിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓഫറുകളൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യേണ്ട. ഉറപ്പായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും പ്രിയോൺ കാർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോസിൽ ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ ഗോപിക, ഇറ്റ്സ് മീ സോന, സൈനിങ് ഓഫ് ഫ്രം മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ്.